ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കഥയിലെ അപ്പുവിനെയും അച്ഛനെയും ഓർമ്മയില്ലേ? കറണ്ട് ബിൽ കണ്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു അവർ. അപ്പോഴാണ് KSEBയിലെ രമേശേട്ടൻ അവിടേക്ക് വന്നതും TOD എന്ന പുതിയ ബില്ലിംഗ് രീതിയെക്കുറിച്ച് പറഞ്ഞതും. രമേശേട്ടൻ പറഞ്ഞു, മാസം 250 യൂണിറ്റിൽ കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് ദിവസം 3 സമയങ്ങളുണ്ട്. 1 ഹാപ്പി സോൺ, രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ ഡിസ്കൗണ്ട് സമയം. 2 ഡേഞ്ചർ സോൺ, വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെ പിഴ സമയം. 3 നോർമൽ സോൺ, രാത്രി 10 മുതൽ രാവിലെ 6 വരെ സാധാരണ സമയം. ഇത് കേട്ടിട്ടും അപ്പുവിന് കാര്യമത്ര പിടികിട്ടിയില്ല. അവൻ ചോദിച്ചു, രമേശേട്ടാ, സമയം മാറിയാൽ പൈസയിൽ ഇത്ര വലിയ മാറ്റം വരുമോ? രമേശേട്ടൻ ചിരിച്ചുകൊണ്ട് ഒരു പേപ്പറും പേനയും എടുത്തു. അപ്പു, ഇതൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ. നമുക്കൊരു ഉദാഹരണം നോക്കാം. നമ്മുടെ കറണ്ട് ചാർജ് 1 യൂണിറ്റിന് 8 രൂപയാണെന്ന് വെറുതെ കരുതുക. ഇനി നിന്റെ അമ്മ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക്, അതായത് നമ്മുടെ ഡേഞ്ചർ സോണിലാണ് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് എന്നിരിക്കട്ടെ. ഈ സമയത്ത് കറണ്ട് വില 125%. അതായത് 8 രൂപയുള്ള കറണ്ടിന് നമ്മൾ 10 രൂപ കൊടുക്കണം. എന്നാൽ അമ്മ ആ ശീലം ഒന്ന് മാറ്റി. വാഷിംഗ് മെഷീൻ രാവിലെ 10 മണിക്ക്, അതായത് നമ്മുടെ ഹാപ്പി സോണിലാണ് ഉപയോഗിക്കുന്നതെങ്കിലോ, അപ്പോൾ കറണ്ട് വില വെറും 90% മതി. അതായത് 8 രൂപ വിലയുള്ള കറണ്ടിന് നമ്മൾ വെറും 7 രൂപ 20 പൈസ കൊടുത്താൽ മതി. അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഒരേ മെഷീൻ, ഒരേ കറണ്ട്, പക്ഷെ സമയം മാറ്റിയപ്പോൾ 1 യൂണിറ്റിന് തന്നെ 2 രൂപ 80 പൈസയുടെ ലാഭം. ഇനി ഇതൊരു മാസത്തേക്ക് കണക്കാക്കിയാലോ? ഒരു ദിവസം 2 യൂണിറ്റ് വെച്ച് വാഷിംഗ് മെഷീനും മോട്ടോറും ഓടിക്കുന്നുണ്ടെങ്കിൽ സമയം മാറ്റുന്നതുകൊണ്ട് മാത്രം ഒരു മാസം ഏകദേശം 170 രൂപയോളം നിനക്ക് ലാഭിക്കാം. വെറുതെ എന്തിനാ നമ്മൾ ആ കാശ് കളയുന്നത്? കണക്ക് കണ്ടപ്പോൾ അപ്പുവിന്റെ അച്ഛന്റെ മുഖം തെളിഞ്ഞു. എടാ അപ്പു, ഇനി മുതൽ മോട്ടോറും വാഷിംഗ് മെഷീനും ഒക്കെ പകൽ സമയം മാത്രം മതി കേട്ടോ, അച്ഛൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അപ്പൊ കൂട്ടുകാരെ, ഇതാണ് കൺസംഷൻ ബേസ്ഡ് TODയുടെ മാജിക്. സമയം നോക്കി കറണ്ട് ഉപയോഗിച്ചാൽ കാശ് നമ്മുടെ പോക്കറ്റിലിരിക്കും. ഇനി മുതൽ നിങ്ങളും വീടുകളിൽ ഈ സ്മാർട്ട് കളി തുടങ്ങുകയല്ലേ?